ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ആലോചിക്കുകയായിരുന്നു. വളരെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് കുറേ ഫലിതമൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ അടിച്ച് തിരിച്ചു പോകണോ, അതോ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുന്നിൽ പറയണോ? ഞാൻ രണ്ടാമത്തെ കാര്യം പ്രിഫർ ചെയ്യുകയാണ്. കാരണം നമ്മൾ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ മോശമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു 42 കൊല്ലമായി ഇലക്ട്രോണിക് മീഡിയ വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെക്കാളും പ്രായം കൂടുതലായിരിക്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിന്. ഞാൻ ഈ 42 കൊല്ലം കടന്നു വന്ന കേരളത്തിൻ്റെ ടെലിവിഷൻ, റേഡിയോ, ശ്രവ്യ, പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരവതാരകൻ്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലത് എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമുക്കൊരു ഉത്തരവാദിത്വമില്ല. നമ്മളവിടെ ചെല്ലുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെക്ക് വാങ്ങുന്നു, അതല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ വാങ്ങുന്നു. നമ്മൾ ഈ റേറ്റിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ സ്ഥാപനം നടത്തിപ്പിനെ കുറിച്ചോ യാതൊരു വറിയടിക്കേണ്ട. ഇത്രയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട. നമ്മുടെ ഉറക്കമൊക്കെ സുഭിക്ഷമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഓരോ പ്രക്ഷേപകനും ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിപ്പോൾ. ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏത് ഏജൻസിയോടോ അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോടോ ചോദിച്ചു നോക്കൂ. ഒരു P3 ചെറിയൊരു മാർക്കറ്റിൽ നമ്മൾ നടത്തുന്ന ഈ പ്രകടനത്തിന് മരണമണി മുടങ്ങാൻ സമയമായി ഒന്ന് സംശയിക്കാൻ സാഹചര്യമുണ്ട്. പല ആളുകളും പരസ്യപ്പെടുത്തുന്നില്ല. പരസ്യം ചെയ്യാൻ അവർക്കൊട്ട് താല്പര്യമില്ല. എന്നോടൊരിക്കൽ മെഡിമിക്സിൻ്റെ ഓണർ ശ്രീ AV അനൂപ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ കേരളത്തിൽ കാര്യമായി പരസ്യം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നതായിരുന്നു എൻ്റെ ആകർഷണം. എന്നാൽ എൻ്റെ ചെറിയ സോപ്പ് വിൽപ്പനയെ ചെറുതായി കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ കാണാനേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പരസ്യം ചെയ്യുകയും കുറഞ്ഞ വിൽപ്പന കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ കർണാടകത്തിൽ അദ്ദേഹം വളരെ കുറച്ച് പരസ്യം ചെയ്യുന്നു, കൂടുതൽ വിൽപ്പന കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം കർണാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യണോ കേരളത്തിലേക്ക് വരണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിനെയാണ്. എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിൽ നിങ്ങൾ ജനറലി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരാളെ കണ്ടാൽ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ട് പോവുകയാണെന്ന് പറയും. കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് ചെവി ചോദിച്ചാലേ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുക എന്ന് പറയും. എവിടെയെങ്കിലും ഒരു കോഫി ഹൗസിൽ കൊണ്ട് ഒരു ചായയും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിച്ചാൽ പറയും ഇത് എത്ര കാലം നടക്കുമെന്ന് ഒരു പിടിയില്ല എന്ന് പറയും. കുറച്ചുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ആ രീതിയിലാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങളിന്ന് കേരള വിഷൻ കേബിളിലൂടെ കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക അവർ. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ല, മറ്റുള്ള ചാനലുകളുടെ കാര്യം കൂടി ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ ഇവിടെ സിദ്ദിഖ് പറഞ്ഞു നമ്മുടെ ലാൻഡിംഗ് പേജിനെ കുറിച്ചൊക്കെ. ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് അത് മിക്കവാറും അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലാൻഡിംഗ് പേജ് തുടരും, സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് വ്യൂവർഷിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനും കുറച്ച് ലാൻഡിംഗ് പേജിൻ്റെ കൂടെ ഒക്കെ നടന്ന ആളാണ്. പക്ഷേ ഈ മാർക്ക് റേറ്റിങ്ങിൽ ഈ ലാൻഡിംഗ് പേജ് എന്നൊരു സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് പ്രധാനമന്ത്രി തലത്തിൽ വരെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ NBF, അർണാബ് ഗോസ്വാമി നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയാണ് കുറച്ചധികം കാലമായി ഈ കേരളത്തിലെ പ്രശ്നമല്ല, അത് കേരളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയും. ഞാൻ ഈ അടുത്ത ദിവസം KTF പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബാർക്കിൻ്റെ CEOയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു കത്തായിരുന്നു അത്. ബാർക്കിലെ ചില ആളുകൾ ഈ ലാൻഡിംഗ് പേജിൻ്റെയൊക്കെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു എന്നായിരുന്നു എൻ്റെ ആരോപണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വിജിലൻസ് എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ ബാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിങ്ങനൊരു കത്ത് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആൾക്കാരുടെ പേരെങ്ങോട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവൻ്റെ കയ്യെ പിടിച്ച് ജയിലിലിടാം എന്ന് പറയുന്ന പരിപാടി വേണ്ട. നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട്. ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികൾ ഉണ്ട്.
ഇതിന് കുടപിടിക്കുന്ന പൊയ്ക്കാൻ കേരളത്തിൽ പോലും ആളുകളെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്നപ്പം വൃത്തികേട് കാണിച്ചതിൻ്റെ ഫലം റിട്ടയർ ചെയ്ത് 10 കൊല്ലം കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുപോലെ ആയിരിക്കും പല നാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടും. ആൻ ഓപ്പൺ തീ വൺ ഡേ ബി കോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിടിക്കപ്പെടും. ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ഇതിനൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ബാർക്ക് പോലെ ഇത്രയും വലിയൊരു ഗവേഷണ ഏജൻസിയുടെ സിഇഒയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കത്തയച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത്രയ്ക്കൊരു മണ്ടനൊന്നുമല്ലല്ലോ ഞാൻ കത്തയച്ചു കൊടുത്ത ഉത്തമ ബോധ്യത്തിലാണ്. അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 1-2 അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഇപ്പം തന്നെ ഉണ്ട്. ഈ അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഇതേ സിഇഒയ്ക്ക് ഞാൻ 2-3 പേരുകൾ അയച്ചു കൊടുക്കും. ആ പേരുകൾ വെച്ചിട്ട് അവർക്ക് പിടിക്കാം. അപ്പം പിന്നെ അവർ മനസ്സിലാകത്തില്ല. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിലൊരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനുമാണെന്ന് പുറത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്ര നല്ല അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാലറ്റിൽ 8 അക്കൗണ്ടുകളുണ്ട്. 90,000 രൂപയും 1,10,000 രൂപയും ശമ്പളം വാങ്ങുന്ന ആളൊക്കെ തന്നെ ക്രിപ്റ്റോ വഴിയൊക്കെ കോടികൾ സമ്പാദിക്കുന്നു. ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഏറ്റവും വലിയ സങ്കടമായത് അതാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാനിതൊക്കെ പുറത്ത് പറയും. കാര്യം ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സഹായത്തിൻ്റെ പേരിലോ സാമ്പത്തിക നേട്ടത്തിൻ്റെ പേരിലോ ആയിരിക്കും ലാൻഡിംഗ് പേജ് കൊടുക്കുക. പക്ഷേ ലാൻഡിംഗ് പേജ് പിടിക്കുന്ന ഒരു മറയുണ്ട്. ആ മറയ്ക്കപ്പുറം മറ കയറി അപ്പുറം ഇറങ്ങിയാൽ ഇങ്ങനെ ചില ചതിക്കുഴികൾ അതിലുണ്ട് എന്ന് വിലയിരുത്തുക. ഇതൊക്കെ നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നിപ്പോൾ രാത്രി ഒരാൾ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് എന്നോട് വിളിച്ച് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ഡിജിറ്റൽ തെളിവുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് നമുക്ക് സുഖം പകരുന്ന ഒരു കാഴ്ചയാണ്. അതൊക്കെ ബുദ്ധിമാന്മാർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും. എൻ്റെ കത്തൊക്കെ കിട്ടിയപ്പോൾ പലതും ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഒരിക്കൽ ഡിജിറ്റലിലെ ഒരു തെളിവ് ഏതെങ്കിലും ഒരു സെർവറിൽ അവശേഷിപ്പിച്ച് പോയാൽ ആ തെളിവ് മൊത്തം മുക്കിയെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവസാനിക്കുന്നു. നമുക്ക് അവൻ്റെ 10ായത്തിൽ പോയി ഇത് എടുത്തുകൊണ്ട് വരാൻ പറ്റും. മാത്രമല്ല നമ്മൾ കണ്ടെത്തുന്ന തെളിവുകളിൻ്റെയൊക്കെ കോപ്പി എടുത്ത് സൂക്ഷിച്ചു വെക്കാനും ഞാൻ കരുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് കേരള വിഷനോടും ACയോടും ഒക്കെ പറയാനുള്ളത്, ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൂട്ടു നിൽക്കരുത്. കാരണം നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കഥയിലേക്ക് ഞാൻ വീണ്ടും വരിക. എത്രയോ നിരപരാധികളായ മനുഷ്യർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മേളിലൊക്കെ തന്നെ സംശയത്തിൻ്റെ കരിമ്പടം വീഴുന്നു. ഇവരൊക്കെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റുന്നതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ആളുകൾ സംശയിക്കുന്നു. എന്തുകൊണ്ട്? അവരതിന് കാര്യം മനസ്സിലായിട്ടും അവരതിൽ ഇടപെട്ടില്ല. സമയത്ത് ഇടപെടാതിരുന്നത് കൊണ്ടാണ് അവർക്കിപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊന്ന്. 2, ഈ പ്രക്ഷേപകരും കേബിൾ നെറ്റ്വർക്കുകളും ഒന്നിച്ചു പോയില്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയുന്നത് പോലെ വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പോവുകയാണ്. അതിൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ കേരളം വിട്ട് ഒരു 50-55% വരുമാനവും കേരളം വിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മുംബൈയിലൊക്കെ കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ തളർന്നുപോയി. ആൾക്കാർ ചോദിക്കാൻ പറയും വലിയ സംഭവമായിരുന്നു പറയും. കാര്യം ഓണമൊക്കെ വരുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട ചാനലുകളിലേക്കും വലിയ ഏജൻസികൾ വിളിക്കുക പതിവ്. നിങ്ങൾ വരും, നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. ഇത്തവണ എൻ്റെ സെയിൽസ് ഹെഡ് പറഞ്ഞത് ആരും വിളിച്ചില്ലെന്നാണ് പറഞ്ഞത്. മാത്രമല്ല പുള്ളി 3 തവണ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അതെന്താന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പരസ്യം ആവശ്യമില്ല. അവർ പറയുന്നത് കേരളത്തിൽ പരസ്യം ആവശ്യമില്ലാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. അവർ ചോദിക്കുന്നത് ഞങ്ങൾ പരസ്യം ചെയ്യാതെ ഇത്രയും വിൽപ്പനയുണ്ട്, പിന്നെന്തിനാ പരസ്യം ചെയ്യുന്നത്? പിന്നെ പരസ്യം ആവശ്യമുള്ളവർക്ക് പണമില്ല. അല്ലാതെ നമ്മുടെ വ്യവസായികളും നമ്മുടെ സംരംഭകരും ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മുടിവെട്ട് കടയിൽ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ആളൊഴിഞ്ഞ കസേരകളാണ് അവിടെ വീക്കെൻഡിൽ പോലും. ഞാൻ ചോദിച്ചു എന്താ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, മുടിവെട്ടുന്നല്ലേ മാറ്റി വെക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അവർക്ക് വലിയ നിരാശയുണ്ട്. ഞാൻ നിങ്ങളെ പണ്ടൊരു കാര്യം ഓർപ്പിച്ചിരുന്നു. അതായത് ഒരു മാർക്കറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കാൻ വിൽക്കുന്ന ജെട്ടിയുടെ എണ്ണം നോക്കിയാൽ മതിയെന്ന് എന്നെ പഠിപ്പിച്ച ഒരു ജെട്ടി സ്ഥാപനത്തിൻ്റെ, ജോക്കർ എന്ന് പറഞ്ഞ ജെട്ടി സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് മേധാവിയുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹം ദിവ്യ പാഠം എന്നെ പഠിപ്പിച്ചത്. കാറൽ മാക്സ് ഒരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നതെന്ന്.
ഈ മനുഷ്യൻ പറയുന്നത് മാർക്കറ്റിൽ ജെട്ടിയുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. 1200 കോടിയാണ് ഞങ്ങളുടെ ആനുവൽ വിൽപ്പന. എന്നാൽ അത് 900 കോടിയിലേക്ക് കുറഞ്ഞപ്പോൾ, ജെട്ടി വിൽപ്പന കുറഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നെന്നാണ് അയാൾ പറഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെട്ടിയും ബനിയനും നമുക്ക് ഇപ്പോൾ 2 ദിവസം പഴയതിട്ട് പോയാലും ഒന്നും സംഭവിക്കത്തില്ല, ആളുകൾ കാണുന്നില്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മളത് മേനി നടിച്ച് നടക്കേണ്ട കാര്യമില്ലെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പിന്നീട് എപ്പോഴും ദ തിയറി ഓഫ് ജെട്ടി അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട്. അതാണ് ഇപ്പോഴും ഈ മുടിവെട്ട് കടയിൽ പോയപ്പോഴും എനിക്ക് തോന്നിയത്. അപ്പോൾ ഭയങ്കര ഞെരുക്കം വന്ന ഒരു സാഹചര്യം. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഒരു 14 ജില്ലകളിൽ ഞാനൊരു 30 ദിവസം നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കണ്ട കേരളമേ അല്ല കേരളം. ആളുകൾക്ക് എന്തൊരു ക്ലേശമാണെന്നറിയാം, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ വിടുന്ന പാട് ചില്ലറയല്ല. നമ്മൾ പുറത്ത് കാണുന്ന പല ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജനസഞ്ചയത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിദരിദ്രമായ വിമുക്തമായ സംസ്ഥാനമായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് ജോലിയില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. അപ്പോൾ ഈ ആളുകളിലേക്കാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ടെലിവിഷൻ പരിപാടികളൊക്കെ കേബിൾ വഴി നമ്മൾ വിടുന്നത്. നിങ്ങൾക്കറിയാം, വീടുകളിൽ ഇപ്പോൾ പഴയ പോലെ ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ് ഇല്ല, കൂട്ടമായി ഇരുന്ന് ടെലിവിഷൻ കാണുന്ന പരിപാടിയില്ല. എല്ലാവരും ഓരോ ഐലൻഡായി ഓരോ മൊബൈൽ ഫോണുമായിട്ട് അവരുടെ മുറിക്കുള്ളിലാണ്. പണ്ടങ്ങനെയായിരുന്നു. എനിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് ആ കാലമൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഒരു പരിപാടി നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരെയും വല്ലാതെ സ്വാധീനിക്കും ആ പ്രോഗ്രാം. ഇന്ന് ആ വീട്ടിൽ ചിലപ്പോൾ ഒരാളെ സ്വാധീനിച്ചാൽ തന്നെ അത്ഭുതമായി എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു 10-85 ലക്ഷം കേബിൾ മന്ദിരങ്ങളിലോ അതല്ലെങ്കിൽ DTH പ്ലാറ്റ്ഫോമുകൾ വഴി വീടുകളിലേക്കോ കയറുന്ന ടെലിവിഷൻ പരിപാടികൾ കാണാൻ എണ്ണം കുറയുന്നു എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. പണ്ട് നമ്മൾ ആരെങ്കിലും വിമർശിച്ചൊരു കാര്യം ടെലിവിഷനിലൂടെ പറഞ്ഞാൽ വഴിയിൽ വെച്ച് 100 കണക്കിന് ആളുകൾ നമ്മളോട് പിടിച്ചു നിർത്തി ചോദിക്കുമായിരുന്നു, എന്ത് തോന്നിവാസമാണ് നിങ്ങൾ പറഞ്ഞതെന്ന്. ഇന്നിപ്പോൾ അബദ്ധം പറ്റി ആരെങ്കിലും ചോദിച്ചാലായി എന്നുള്ള സ്ഥിതിയിലാണ്. അപ്പം ടെലിവിഷൻ വ്യൂവർഷിപ്പ് വളരെ കുറയുന്നു. അതേസമയം ഈ ടെലിവിഷൻ നിർമ്മാണത്തിലേക്ക് എന്നെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒരു പരിപാടി നിർമ്മിക്കാൻ വേണ്ടുന്ന പണത്തിൻ്റെ ചെലവ് വളരെ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പണ്ടത്തെക്കാളും കുറഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണമായി ഞാൻ പറയാം. കേരളത്തിലെ ഒരു അഭിനേത്രി, വളരെ പ്രശസ്തയായ ഒരു അഭിനേത്രി, നമ്മുടെ കേരളത്തിലെ ഒരു വളരെ ബഹുമാന്യനായ ഒരാളിൻ്റെ പരിപാടിക്ക് പോയി. ഞാനായിരുന്നു ആ അഭിനേത്രിയെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു 2 ലക്ഷം രൂപയെ തരൂ, നിങ്ങൾക്ക് അതിൽ കൂടുതലൊക്കെ ആയിരിക്കും നിങ്ങളുടെ വേതനം, അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു. അവർ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ പോയി അവരുടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് നന്നായി ചെയ്തു. അവർ സന്തോഷമായിട്ട് മടങ്ങി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, എനിക്ക് 2 ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ട എന്ന് പറഞ്ഞു. നമ്മളപ്പോഴേ പറഞ്ഞല്ലേ, ഇല്ല എനിക്ക് 3 ലക്ഷം രൂപ കുറച്ച് ഞാൻ വാങ്ങാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേരളത്തിലെ സിറ്റുവേഷൻ വളരെ മോശമാണ്, മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരു ആദരണീയൻ്റെ ഒരു ജീവിതത്തിനെ നമ്മളൊന്ന് ആദരിക്കുന്ന സമയത്താണ് നിങ്ങളോട് പോയത്. പിന്നെ നിങ്ങളോട് പറയുകയും ചെയ്തു, ഇല്ലില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കൈവച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. ഞാൻ ആ 3 ലക്ഷം രൂപ വാങ്ങിച്ച് അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറയുന്നത്, കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും 1 രൂപ പോലും ടെലിവിഷൻ നിർമ്മാണത്തിനോ സിനിമാ നിർമ്മാണത്തിനോ കുറയ്ക്കാൻ തയ്യാറല്ല. മറ്റുള്ള ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ഒരാളിനെ, ഏതെങ്കിലും ഒരു കലാകാരനെ ഒരു ജഡ്ജായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്നോളൂ എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അവർക്ക് പേടിയാണ്. അവർ പറയുന്നത്, ഈ ആർട്ടിസ്റ്റ് നിങ്ങളോട് വല്ലതും പറയും, പ്രൊഡ്യൂസർ മോശമായി പെരുമാറി എന്ന് പറയും, നമ്മുടെ പണി പോകും. നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നൊരു പ്രതിഭാസമുണ്ട്. ACVയിലും കേരള വിഷനിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ആളുകൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പകരം ആളെ വയ്ക്കത്തില്ല. ആളുകളെ കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ ഓഫീസിലെ ആളുകളുടെ എണ്ണം കൂടുതലാണ്, അതൊന്ന് കുറച്ച് തരണം, എന്നാലേ നമുക്കിത് എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ കേരളമാണ്, ഇവിടെ നമ്മളങ്ങനെ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കൊടി പിടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് വരും, അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റിൽ 90 പേരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതേ ഒരു ഡയറക്ടർ എന്നോട് ചോദിച്ചു, അവിടെ അംബാനി 90 പേരെ പിരിച്ചു വിട്ടിട്ട് ആരും കമാന്ന് മിണ്ടിയില്ലല്ലോ. ഞാൻ അത് അംബാനി ആയതുകൊണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അതോടെ എൻ്റെ വില നില ഇടിഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് ശുദ്ധ കള്ളത്തരാണെന്ന് മനസ്സിലായി. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊന്നുമില്ലെങ്കിൽ തിരിച്ചെന്നവരെ എൻ്റെ ചീത്തെങ്കിലും വിളിക്കണ്ടായിരുന്നു. അതും ചെയ്തില്ല, അവരല്ലാതെ ഇറങ്ങിപ്പോയി 90 പേരും. അത് ഇപ്പോൾ ഈ മുംബൈയിൽ ഈയിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രാജിവെച്ചപ്പോൾ അയാൾ പെട്ടെന്നൊരു
വലിയൊരു മേധാവിയായിട്ടിരിക്കുന്ന പോസ്റ്റിലായതുകൊണ്ട് ഞാനൊന്ന് തളർന്നു. പെട്ടെന്ന് ഞാൻ മുംബൈയിലുള്ള എൻ്റെ റിപ്പബ്ലിക്കിലൊക്കെ ഉണ്ടായിരുന്ന സിഇയോട് വിളിച്ചു ചോദിച്ചു, നമുക്ക് ഒരാളെ തപ്പാൻ മാർഗമുണ്ടോ? അയ്യോ, ഒരാളെ അല്ലേ, 90 പേരെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ബോംബെ നഗരത്തിലൂടെ 100 കണക്കിന് ആളുകൾ വലിയ വലിയ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്ന് പണിയില്ലാതെ പുറത്തിറങ്ങി നടക്കുക. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്യാൻ ആളുണ്ട്. നിങ്ങൾ പറയുന്ന ശമ്പളത്തിൽ വന്ന് ജോയിൻ ചെയ്യും. അത് ഇന്ത്യയിലെ ആകെയുള്ള സ്ഥിതിയാണ്. മുംബൈ മാർക്കറ്റിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്, പല ആർട്ടിസ്റ്റുകളെയും വഷളാക്കിയതിൽ എനിക്ക് പോലും ഉത്തരവാദിത്വമുണ്ട്. കാര്യം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അത് അവർ പിൽക്കാലത്ത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, വേദികളിൽ ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിമിക്രി ഒന്നും പോലും വിറ്റുപോകുന്നില്ല. കാര്യം ആളുകൾ 150-200 പേര് അവർ പൈസ എടുത്ത് അത് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചറിയണം. അതായത് ഈ അടുത്തിടെ ഒരു സംഭവം എൻ്റെ ഓഫീസിലുണ്ടായത്, ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടെ കാശ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കാശ് കുറയ്ക്കാനേ ഇപ്പം മാർഗമുള്ളൂ, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓരോ ടെലിവിഷനിൽ വരുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും വരവും ചെലവും കണക്ക് കൂട്ടിയാൽ അത് നഷ്ടമാണെന്ന് നമുക്ക് കാണാം. ഞാനത് ഈ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളി പക്ഷേ അത് തയ്യാറല്ല. പിന്നീടാണ് എൻ്റെ അക്കൗണ്ടൻ്റ് എന്നോടൊരു കാര്യം പറഞ്ഞത്, 10 കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. 10 രൂപ ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഇൻവെസ്റ്റർമാരുടെ ഒരാളായ ഗോകുലം ഗോപാലേട്ടന് കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ. അപ്പം നമ്മളിൽ ആരാ മണ്ടൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടെലിവിഷൻ അവതാരകനായിട്ട് ഞാൻ നടന്ന കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു 7-8 വർഷം ഏഷ്യാനെറ്റിൽ നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ദൂരദർശനിലും ഉണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു അറിയാമോ? നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കൂടുതലും. ഞാൻ പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, നമ്മുടെ കൺമുന്നിലൂടെ നമ്മുടെ ക്ഷണപ്രകാരം വന്ന ആളുകൾക്ക് തന്നെ നാളെ ഈ ചുറ്റുപാടിൽ തൊഴിലില്ലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ബഹിരാഷ്ട്ര കുത്തകകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഏതെല്ലാം രീതിയിലുള്ള കുത്തകളാണ്. നമ്മൾ പണ്ട് IT ലോകത്ത് മാത്രമായിരുന്നു ഈ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ എംപ്ലോയീസിന് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ബാങ്കുകളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, ഭയങ്കരമായ മത്സരമാണ്. അതുമാത്രമല്ല, അമേരിക്കയിലേക്ക് ഉള്ള ചില ഈ നിക്ഷേപകരായ ചില കുത്തകകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് വലിയ വലിയ പലനില കെട്ടിടങ്ങളുള്ള ആശുപത്രികൾ സ്വന്തമാക്കിയിട്ട് അവർ പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ്. അതായത് എന്ത് രോഗമായിട്ട് നിങ്ങൾ ചെന്നാലും, ഒരു ചെറിയ വൈറൽ ഫീവറായി ചെന്നാലും നിങ്ങൾക്ക് CT എടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആശുപത്രികളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു ദിവസം പറഞ്ഞു, ദയവ് ചെയ്ത് കേരളത്തിലേക്ക് ഇനി ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് കൊണ്ടുവരാൻ അനുവദിക്കരുത്. നമ്മുടെ ആളുകൾ ഇപ്പം തന്നെ 3.5 കോടി രോഗികൾ പോരാതെ വന്നിരിക്കുന്നു കേരളത്തിൽ. ഈ ആശുപത്രികളെല്ലാം 18% ലാഭത്തിൽ ഓടിക്കണമെങ്കിൽ ഈ സംവിധാനം പോരാ. അതുകൊണ്ട് ഒരു 3.5 കോടി രോഗികളെ കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങിനി ഇത് അനുവദിക്കാവൂ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. 4-ാം ദിവസം എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പബ്ലിക്കായി പ്രസംഗിച്ചു, നമ്മുടെ ആരോഗ്യരംഗം കാർന്നു തിന്നാൻ ബഹിരാഷ്ട്ര കുത്തകൾ വരുന്നു, അവർക്കെതിരെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞു. ഈ കുത്തകൾക്ക് വേറൊരു താല്പര്യമില്ല, അവർ നിക്ഷേപകർ മാത്രമാണ്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. 100 രൂപ അവരെവിടെയെങ്കിലും ഇട്ടാൽ 18 രൂപ അവർക്ക് ലാഭം കിട്ടിയിരിക്കണം. അത് നിങ്ങൾക്ക് വയറിളക്കമാണോ വയറ്റുനോവാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. ഇരിക്കുന്ന ആള് തയ്യാറാക്കി കൊടുക്കണം എല്ലാ ദിവസവും. നിങ്ങൾക്കറിയുമോ, കേരളത്തിലൊരു ഒരു കുത്തകയായ ഒരു ആശുപത്രി ശൃംഖല അവരുടെ ഒരു ആശുപത്രി കേരളത്തിൽ തുറന്നപ്പോൾ ആദ്യത്തെ മാസം തന്നെ അവർ ഓപ്പറേഷൻ പ്രോഫിറ്റിലാക്കി. എങ്ങനെ? നമ്മുടെ നാട്ടുകാരുടെ ചങ്ക് പറിച്ചെടുത്തായിരിക്കും അവർ ലാഭം ഉണ്ടാക്കിയത്. അതും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയാവുന്ന സംഭവമായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരറ്റത്തിൽ വല്ലാത്ത ചൂഷണം നടന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ കലാരംഗത്തും അതേപോലെ സർഗ്ഗലോകത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ സർവൈവൽ തന്നെ അപകടത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ കേബിൾ ഇല്ലാതാകുന്ന ഒരു കാലം അതൊക്കെ വളരെ സാധ്യത. ഇപ്പോൾ എയർ ഫൈബറൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കാഴ്ചയായി. എലോൺ മസ്കിന് മാത്രമല്ല അംബാനിക്കും ഒക്കെ തന്നെ ഇത് പറ്റും എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കേബിൾ രഹിതമായ ഒരു ലോകത്തിൻ്റെ പിറവിയിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിക്കഴിഞ്ഞു. AI വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ തൊഴിലില്ലാതെ പോകുമെന്നുള്ള സംശയമില്ല. ഈയിടയ്ക്ക് UK നിന്നൊരു വാർത്ത നമ്മളെ ഞെട്ടിച്ചു. 80,000-ഓളം അസിസ്റ്റന്റ് നഴ്സന്മാർക്ക് AI കാരണം പണി നഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു രാത്രിയിൽ ഒരു രോഗിയോടൊപ്പം സ്റ്റാൻഡ് ബൈ, അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുന്ന
ഒരാളിന് പകരം AI എന്ന് പറയുന്ന റോബോട്ട് അതെല്ലാം ചെയ്യും. 12 മണിക്ക് കൃത്യം മരുന്നെടുത്ത് കൊടുക്കും. ലോക്യങ്ങളൊക്കെ ചോദിക്കും, സുഖമാണെന്ന് ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചോദിക്കും. കോമ്പൻസേറ്ററി ഓഫില്ല, ലീവില്ല, അവധിയില്ല, ഒന്നും വേണ്ട. 24 മണിക്കൂറും AI റെഡിയാണ്. അപ്പോൾ AIയുടെ സാധ്യത വരുമ്പോൾ AIയെ കടന്നു പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശ്രീ സിദ്ദിഖ് ജി പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഈ ചാനലുകൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കല്യാൺ സിൽക്സിലേക്ക് ഒരാൾ കടന്നു ചെന്നിട്ട് ഇയാൾ പറയുന്നു, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എനിക്ക് 53K ഉണ്ട്. ഒരു ടെലിവിഷൻ ചാനൽ ഒരു കേബിൾ വഴി 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ എത്തുമെന്നുള്ള ലോജിക്ക് അവിടെ വർക്ക് ചെയ്യത്തില്ല. 53,000 ആൾക്കാരെ ഡയറക്റ്റായിട്ട് പേര് വിവരങ്ങളുമായിട്ട് ഈ ഇൻഫ്ലുവൻസർ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർ കുറച്ചുകൂടെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത കൊണ്ട് പരസ്യം അവർ കൊണ്ടുപോകുന്നു. പരസ്യ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, ഞാൻ പേടിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. കാരണം ഈ ടെൻഷൻ താങ്ങാതെയോ അല്ല തീവണ്ടിക്ക് മുന്നിൽ ചാടി ചത്തുകളയുമെന്ന് പോലും എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. കാരണം ഇവൻ ഈ ഏജൻസികളുടെ മുന്നിലൊക്കെ പോയി മണിക്കൂറുകളൊന്നും നിന്നാലും അവർ കരുണ കാണിക്കാൻ അവർക്ക് പറ്റുന്ന സാഹചര്യമല്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ചാനലിന് പബ്ലിസിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ചാനൽ ആൾക്കാർക്ക് അറിയാം. ഏഷ്യാനെറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ വേതനം കൂട്ടിക്കിട്ടാൻ വേണ്ടി ചില കലാകാരന്മാർ എൻ്റെ അടുത്തോട്ട് വരും. ഇപ്പം ഞാൻ അവരോട് പറയും, ഏഷ്യാനെറ്റ് ഈസ് ദ ഹെവൻ ഫോർ ഓൾ ആങ്കേഴ്സ്. അവതാരകരുടെ സ്വർഗമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഒരു തവണ നിങ്ങൾ ഒരു സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ വിഖ്യാതനും പ്രശസ്തനുമായി മാറുന്ന അത്ഭുതകരമായൊരു സംഭവം ഈ പുളിയറക്കോണത്തിനുണ്ട്. അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. എന്നിട്ട് പുറത്തു പോയി പൈസ ഉണ്ടാക്കിക്കൊള്ളുക. അതായത് പബ്ലിസിറ്റി അകത്തും പരസ്യം പുറത്തും, കാശ് പുറത്തുണ്ടാക്കിക്കോണം എന്ന് പറയുന്ന ഒരു തിയറിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാനുള്ളത്, ഈ നാട്ടിൽ ഒരുപക്ഷെ അടുത്ത കൊല്ലം ഇതിൽ കൂടുതൽ അപകടകരമായിരിക്കും നമ്മുടെ ടെലിവിഷൻ രംഗം നേരിടാൻ പോകുന്നത്. പരസ്യ വരുമാനം കിട്ടിയില്ലെങ്കിൽ കൂടുതലും ഫ്രീ ചാനലായി വർക്ക് ചെയ്യുന്ന കേരളത്തിൽ ഇതൊന്നും പറ്റില്ല. നമുക്കൊരിക്കലും, നമ്മൾ പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള നഗരങ്ങളിലൊക്കെ തന്നെ പണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ടിക്കറ്റ് വെച്ചൊരു ഷോ ചെയ്യൂ, ബെഞ്ചുകളുടെ കസേരകളും എല്ലാം ഒഴിഞ്ഞു കിടക്കും, കാരണം പണം കൊടുത്തു. എന്നാൽ കോഴിക്കോടേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഞാൻ ഈ പ്രാദേശിക വികാരം കത്തിപ്പിടിപ്പിക്കാൻ പറയുന്നതല്ല, അവിടെ ആൾക്കാർക്ക് അത് വിഷയമല്ല, അവരവിടെ കാശ് കൊടുത്ത് കാണും. അപ്പം നമ്മുടെ ഒരു സയൻറ്റിഫിക് ആൻഡ് മെൻ്റൽ ടെമ്പറാണത്, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണം കൊടുത്ത് ഈ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റുകൾ കാണാനും ന്യൂസ് കാണാനും ഒക്കെ ആളുകൾ മടിക്കുന്ന ഒരു കാലത്ത് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, ചില ടെലിവിഷൻ ചാനലുകൾ അവർ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ലോണൊക്കെ എടുത്ത് EMI ഒക്കെ അടച്ചു പോകുമല്ലോ, 50 കോടി എടുത്താലും കുഴപ്പമില്ല. EMI അടിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കേരള വിഷനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടില്ല, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയുമെന്നല്ലാതെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു KTF അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയുന്നത്, ഈ കുറച്ചുകൂടി ഈ ബ്രോഡ്കാസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വളരെ വേഗം ഇതെല്ലാം കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, ഈ സ്ഥാപനങ്ങളെല്ലാം. കാരണം ഇത് നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനം എങ്ങനെ നിലനിർത്തുമെന്നുള്ള ഒരു മാജിക്കും ഒരു ടെലിവിഷൻ ചാനലുകാരനും അറിയണം എന്നില്ല. നമുക്കെന്തോ ഒരു വാർത്താ ചാനൽ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി പോയി ഇലക്ഷൻ വേണേൽ നിൽക്കാം. അത് ജനത്തിന് അറിയത്തില്ല, അവർ വോട്ട് ചെയ്യൂ, നമ്മൾ ജയിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ഈ മറ്റെന്താണ് ഇതുകൊണ്ട് ഉപയോഗം എന്നുള്ളത് എനിക്ക് തന്നെ തിരിച്ചറിയുന്നില്ല. ഞാനിപ്പോൾ ശരിക്കും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിലേക്ക് കുറച്ചുകൂടെ പഠനം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരു ചില മേഖലയിലേക്ക് കയറി, അവിടെ കുഴപ്പമില്ല കേട്ടോ. ഈ യൂട്യൂബിലേക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും വേണേൽ നോക്കാവുന്നതാണ്. ഈ നമ്മളുടെ 24 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ചാനൽ ഇപ്പം തന്നെ അപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസംബർ 8 അന്നാണ് ഈ 24 വന്ന വാർഷിക ദിനമാണ്. അന്ന് അത് കുറച്ചുകൂടെ ഒരു ഫുൾ ടൈം ഇംഗ്ലീഷ് വാർത്താ ചാനലായി ഏഷ്യൻ ന്യൂസ് ചാനലായിട്ട് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ന്യൂസ് ചാനലായിട്ട് അത് മാറുകയാണ്. ഞാനത് ഇവിടെയാണ് ആദ്യമായി പറയുന്നത്. ശരിക്കും അത് നല്ല പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ നിൽക്കുന്ന വരുമാനം കൊണ്ട് ഒരു വാർത്താ ചാനൽ നടത്തും. ഇത് കഴിഞ്ഞാൽ നമുക്ക് കന്നഡയിലോ തെലുങ്കിലോ അറബിക്കിലോ ഹിന്ദിയിലോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേബിൾ ശൃംഖല വഴി ഈ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഈ പ്രക്ഷേപകരെ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്. കാര്യം ഈ പ്രക്ഷേപകരുടെ ഗതി ഏതാണ്ട് അധോഗതിയായിട്ടുണ്ട്. ഇവർ നടത്തുന്ന ചർച്ചകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേൾക്കുകയാണ്. എൻ്റെ കാര്യത്തെക്കാളും എനിക്ക് തോന്നുന്ന കേരളത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ചിലതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഒരാൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ നിക്ഷേപകരോട് പറഞ്ഞ വാക്കുകൾക്കൊന്നും 10 പൈസയ്ക്ക് വില കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എൻ്റെ ഒരു ആത്മവിമർശനമാണ്. കാര്യം അവരോട് നമ്മൾ ഇത്ര കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ, എത്ര കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരു കൊല്ലം പറഞ്ഞില്ലേ, ആ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ.
അപ്പോൾ എനിക്കത് അവരെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഒരു ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ നിക്ഷേപകരെ കുറിച്ച് ആലോചിക്കാറുണ്ട്. കാര്യം ഇവരോടുള്ള വാക്ക് പാലിക്കാതെ മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്. ഒരുപാട് സാങ്കേതികമായി നമ്മൾ മാറുകയാണ്. കേബിൾ രംഗത്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് നല്ല ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിനോദ ചാനൽ നമ്മൾ നടത്തണമെങ്കിൽ ഒരുപാട് സിനിമ വാങ്ങിച്ചു വെക്കണമായിരുന്നു. ഏഷ്യാനെറ്റൊക്കെ ആവറേജ് ഒരു 25-30 സിനിമ വാങ്ങുമായിരുന്നു. ഞാനൊക്കെ എവിടെ ഇരിക്കുമ്പോൾ സ്ഥിതി എത്തായിരുന്നു. ഇപ്പം എനിക്കറിയില്ല. ആ സിനിമയൊക്കെ വായിക്കാൻ ഒരു 150-200 കോടിയൊക്കെ വേണം. മോഹൻലാലിൻ്റെ സിനിമയൊക്കെ വളരെ വിലക്കൂട്ടി തന്നെ വാങ്ങിച്ചു. കാര്യം അത് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 10 കൊല്ലത്തേക്ക് അവർ തരുമ്പം ഒരുപാട് കോടികൾ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിന് സിനിമ ആവശ്യമില്ല. സിനിമ OTT പ്ലാറ്റ്ഫോം വഴി നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ ഒക്കെ പോയി ആളുകൾ കണ്ടോളും. സിനിമ വേണമെന്നില്ല. ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോൾ സിനിമയില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ എന്നോട് ആരും പറയുന്നില്ല സിനിമ വേണമെന്ന്. കാര്യം സിനിമ കാണാൻ അവർക്ക് ഒരുപാട് അവസരമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഒരു 250-260 സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊരു 4, 5, 7 സിനിമയായിരിക്കും ലാഭകരമായിട്ട് പോകുന്നത്. ബാക്കി സിനിമയൊക്കെ ഏതെങ്കിലും നിർമ്മാതാവിനെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും ഒരു അനുഭവം എനിക്കുണ്ടായത്, ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രൊഡ്യൂസറെയും കൂട്ടി എനിക്ക് അറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള ഒരാൾ അവിടെ ഓഫീസിൽ കയറി വന്നു. ഇങ്ങനെ ആത്മഹത്യയുടെ വക്കലാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ ഒരു സിനിമ പിടിച്ചു, വീടെല്ലാം ജപ്തിയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. ഞാൻ സിനിമ ഇട്ട് നോക്കിയപ്പോൾ ഒരു ആവറേജ് താഴെയുള്ളൊരു സിനിമയാണ്. സംവിധായകനും കൂടെ ഉണ്ട്, ഒരു കോമഡി കഥാപാത്രം പോലെ അദ്ദേഹവും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എത്ര പൈസ തന്നാലും നമുക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം നടന്നപ്പോൾ കയ്യെ വന്ന് പിടിച്ചാൽ പറ്റില്ലെന്ന് പറയുന്നൊരു സ്വഭാവം ഇടയ്ക്ക് എവിടെയോ കയറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. 12 ലക്ഷം രൂപ ഇവർ കൊടുത്തപ്പോൾ ഞാൻ അയാളോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, മേലിൽ നിങ്ങൾ സിനിമ പിടിക്കരുത്. അഥവാ നിങ്ങൾ സിനിമ പിടിച്ചാൽ ഈ മതിലുകെട്ട് കടന്ന് ഇപ്പുറത്ത് കയറി നിങ്ങളെ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങളെ അടിച്ചിരിക്കും ഞാൻ. കാരണം എന്നെ പോലെയുള്ള ആൾക്കാർ 16-18 മണിക്കൂർ അധ്വാനിക്കുന്ന പണമാണ് ഈ 12 ലക്ഷം. നിങ്ങൾ തിരിച്ചറിയുക, അത് അടിച്ചു മാറ്റുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. നിങ്ങൾ സ്നേഹബുദ്ധിയെ നിർബന്ധിച്ചും സമ്മർദ്ദപ്പെടുത്തിയും എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അത്രയെങ്കിലും നിങ്ങളോട് തിരിച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ്. കഷ്ടിച്ചൊരു 6 മാസം കഴിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ ഇത്തിരിയുടെ താടിയൊക്കെ വളർന്ന് ഇയാൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് കയറിപ്പോയി. ഇയാൾ എൻ്റെ കൂടെ അല്ല പേച്ച് വരുന്ന പോലെ, ചില എഴുന്നള്ളത്ത് കണ്ടില്ല ചില അമ്പലങ്ങളിൽ, അതുപോലെ പേച്ച് പോലെ എൻ്റെ കൂടെ അങ്ങ് വന്ന് മുറിക്കകത്ത് കയറി. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഇല്ല, ഇത് 2ാമത്തെ അബദ്ധമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചിരുന്നൊരു അടിയുണ്ട്, അത് ഞാൻ കഥകിന് കുറ്റിയിട്ടിട്ട് ഇപ്പം തരുമെന്ന് പറഞ്ഞു. 5 മിനിറ്റിനെ നിങ്ങളിവിടെ സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞു. ഒരു ചായ പറഞ്ഞു, കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. പിന്നീട് മെയിൻ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാ ദിവസവും വാട്സപ്പിൽ നീണ്ടൊരു ഓലയങ്ങ അയക്കും. അങ്ങ് വലിയ മനുഷ്യനാണ്, പരമശിവൻ്റെ അവതാരമാണ്, കാരുണ്യക്കടലാണ്, അങ്ങ് ഒന്ന് ശ്രമിച്ചാൽ എൻ്റെ ആത്മഹത്യ ഒഴിവാക്കാം. ഞാനൊരു ദിവസം ഇയാളെ നേരിട്ട് കണ്ട പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളൊരു മരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മഹത്യ കൂടി ഉറപ്പാക്കും. അയാൾ പറഞ്ഞു നിങ്ങളെപ്പോലെ നിഷ്ഠൂരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരിത് ക്രെഡിറ്റായിട്ട് കടന്നോട്ടുന്നു എൻ്റെ ജീവിതത്തിൽ. നമ്മൾ ഒരുപാട് പേരെ സൂചിപ്പിച്ച് ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളവരാ. നമ്മൾ എന്ത് നേടി? നമ്മൾ പലപ്പോഴും അപ്രിയമായ സത്യങ്ങൾ പറയാൻ താല്പര്യം കാണിച്ചവരല്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ വെറുതെ പ്രശംസിക്കാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേരങ്ങനെ നയിച്ചു പോയിട്ടുണ്ടാകും. ഒരുത്തിനും മിടുക്കില്ല, കഴിവില്ല, പ്രതിഭയില്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് നമ്മൾ കാണിച്ചുകൂടാ എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വയസ്സുകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില തിരിച്ചറിവാണ്. ഈ മനുഷ്യൻ ഇപ്പോഴും അയാൾ ഗൾഫിലായിരുന്നു, അയാളുടെ എല്ലാം പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. വീട് പോയി, ഭാര്യ പിണങ്ങിപ്പോയി, പിള്ളേര് പോയി. ഇപ്പോൾ ഏതാ ഒരു ഭിക്ഷക്കാരനെ പോലെ അയാളുടെ നാട്ടിലെവിടെയോ കിടന്ന് അലയുന്നുണ്ട്. കാരണം എന്താ പറയുക, ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഏതോ ഒരു സംവിധായകൻ്റെ മകനെ നായകനാക്കി ഒരു സിനിമ പിടിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ പിടിച്ചാന്ന് പറഞ്ഞു. ആ സംവിധായകൻ അത്യാവശ്യം പൈസ കയ്യിലുള്ള ആളാണ്, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും. അദ്ദേഹത്തിൻ്റെ മകനെ നേരെയാക്കാൻ വേണ്ടി ഇയാളുടെ ജീവിതം കുരുതി കൊടുത്തു. എന്താ ചെയ്യുക? ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നും കൂട്ടി എഴുതാൻ അറിയാത്ത, ഒരു അരിത്തമെറ്റിക് തീരെ അറിയാത്ത ഒരു മനുഷ്യനായിട്ട് അയാൾ ചരിത്രത്തിൻ്റെ കൊട്ടയിൽ വീഴും. അത് സംഭവിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അപകടം പിടിച്ച സാഹചര്യം നമുക്കിത് ടെലിവിഷൻ ചാനലിലൊക്കെ നിന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ചിലതൊക്കെ ഞാൻ പറയുന്നുമുണ്ട്. ഇപ്പോൾ ഈ ബഹിരാഷ്ട്ര കുത്തകൾ നമ്മുടെ ആരോഗ്യരംഗം കാർന്നു തിന്നുന്ന കാര്യം 2-3 തവണ ഞാൻ ടെലിവിഷനിൽ നേരിട്ട് പറയുകയുണ്ടായി. കാര്യം അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം. ഞാൻ തന്നെ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഒരു ആശുപത്രിയിൽ പോകാൻ എനിക്ക് ശരിക്കും പേടിയാണ്. നിങ്ങളെപ്പോഴും വിശ്വസിച്ചോളൂ, നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ജനറൽ ആശുപത്രികളിലുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സ് തന്നെയാണ് ഉത്തമം. അത് തന്നെയാണ് ഉത്തമം. നമ്മൾ അവരുടെ ഒപ്പീനിയൻ. നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഡോക്ടർമാരെ കണ്ടൊരു ഉപദേശം തേടിയിട്ടേ നിങ്ങളത് ചെയ്യാവൂ.
കാര്യം സർജറി എന്ന് പറയുന്ന ഒരു ചൂഷണത്തിൻ്റെ ഉപാധിയാണ് ഇപ്പോൾ കേരളത്തിലെന്ന തിരിച്ചറിവ് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ പ്രക്ഷേപണ രംഗത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പ്രക്ഷേപണ രംഗം, ടെലിവിഷൻ സംപ്രേഷണ രംഗം വളരെ വളരെ മോശമായി തുടങ്ങിയ ഒരു കാലമാണ്. എനിക്കറിയാം നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നത് ഈ നമ്മളിതിൻ്റെയൊക്കെ ചെലവ് കുറയ്ക്കുകയല്ലാതെ പരസ്യങ്ങൾ കൂട്ടി വരാൻ ഒരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല. നമ്മുടെ പല സാധ്യത, വ്യക്തിപരമായി ഞാൻ പോലും ഇപ്പോൾ പരസ്യ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട്. നിങ്ങൾ തുറന്നു പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരാളോട് പരസ്യം ചോദിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ പല ആൾക്കാരെയും വിളിക്കാറുണ്ട്. ഞാൻ എൻ്റെ ലാംഗ്വേജിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ച് പരസ്യം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഈ ഒരു 10-38 കൊല്ലക്കാലം 40 കൊല്ലക്കാലം മലയാള ടെലിവിഷൻ ആകാശത്തുണ്ടാകാത്ത ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 ചാനലുകാർ കൂടി ഇന്ന് ചർച്ച ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. കാര്യം ഇത് നിയതമായൊരു പ്രശ്നമാണ്. അതായത് ഒരു സ്ഥാപനം ചെലവാക്കുന്ന പണം പരസ്യ മാർക്കറ്റിലൂടെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് കേരളത്തിലേക്ക് ആളുകൾ വലിയ കുത്തകൾ വന്നിറങ്ങി നമ്മുടെ ആശുപത്രി വിലയ്ക്ക് വാങ്ങുന്ന പോലെ ഈ ചാനലുകൾ വാങ്ങിക്കൊണ്ട് പോകും എന്നുള്ള മണ്ടത്തരത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ IPO പോകുന്നുണ്ട്. IPO ഒക്കെ വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ വല്ലവൻ്റെയും കാശിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൻ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതിൽ ചില ഉത്തരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ IPOയുടെ ഒക്കെ ഒരു സീസണായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എന്നാൽ ഈ അടുത്തിടെ ആഗോളതലത്തിൽ IPOയ്ക്ക് പോയ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൽ വിലയിടിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ താഴേക്ക് പോകുമ്പം അദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ആളുകൾ പെട്ടെന്ന് വയലൻ്റ് ആവും, മലയാളികൾ പ്രത്യേകിച്ചും. അപ്പോൾ അവർ ശരിക്കും പ്രതികരിക്കുന്ന അല്പം അത്രയും ശീലമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രതികരിച്ചു എന്ന് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ഞാനിപ്പം ഒരിക്കലും പറയില്ല അടുത്ത 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ ചാനലുകളെല്ലാം പോകും, അല്ലെങ്കിൽ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കാണുക, അങ്ങനെയൊന്നും ഞാനൊരിക്കലും പറയില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന കാലം ഒരു 2000-ൻ്റെ തുടക്കത്തിലാണ്. 2003 മുതൽ 2010 വരെയും ഞാൻ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. 7 കൊല്ലം ഒരു സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അന്ന് പലരോടും എന്നോട് പറയാറുണ്ടായിരുന്നു 5 കൊല്ലം കൂടെ ഉള്ളൂ ഏഷ്യാനെറ്റൊക്കെ പൂട്ടി പോകുമെന്ന് പറയും. ഇപ്പോഴും ഏഷ്യാനെറ്റ് പോകുന്നില്ല. അപ്പോൾ അതൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളില്ലേ ചേനത്തണ്ടം കടിച്ചോലെ നമ്മൾ പൊട്ടിയും പഴുത്തുമൊക്കെ അങ്ങനെ കടന്നു പോകും. പക്ഷെ അങ്ങനെ കടന്നതുകൊണ്ട് എത്ര ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ, ഈ എൻ്റെ അക്കാഡമിയിൽ, ഫ്ലവേഴ്സിൻ്റെ ഒരു അക്കാഡമി ഉണ്ട്, ആ അക്കാഡമിയിൽ ജേർണലിസം കോഴ്സ് നിർത്തിവെച്ചിരിക്കുക. കാരണം സിമ്പിളാണ്, ഈ ജേർണലിസം കോഴ്സ് പാസ്സാകുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നേ ബോധ്യപ്പെട്ടു. നമ്മുടെ ആൻമരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, റിപ്പോർട്ടർ ആൻമരിയൊക്കെ ഈ അക്കാഡമിയിൽ പഠിച്ച കുട്ടിയാണ്. കുറച്ച് പേർക്ക് നമ്മുടെ അവിടെ തന്നെ ജോലി കൊടുത്തിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള എത്രയോ അക്കാഡമികൾ കേരളത്തിലുണ്ട്. ഇവരൊക്കെ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ വാർത്താ ചാനലിൽ എത്ര ആളുകളെ ആവശ്യമുണ്ട്? അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി നമ്മുടെ വാർത്താ മുറിയിലിരുന്ന് ചിലപ്പോൾ ചില ഇമോഷണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ആ കുട്ടി പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു കോപം കൊണ്ട് കിണറ്റി ചാടിയ 2 കോപം കൊണ്ട് കരയ്ക്ക് കയറാൻ പറ്റത്തില്ല എന്ന് കുട്ടിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ആ കുട്ടിയുടെ പ്രായം കുറവുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് രാജിവെക്കാനാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കുമ്പോഴും മനസ്സ് സംസാരിക്കും, എനിക്ക് എന്തെങ്കിലും ഉള്ളിലോട്ട് തരാൻ. അപ്പോൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അതൊക്കെ സാറിൻ്റെ ഒരു പേടിയാണ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ കിളവൻ ഇങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് കരുതി. കഴിഞ്ഞ 1.5 ആഴ്ചയായി ഈ കുട്ടിയുടെ മെസ്സേജുകളുണ്ട് എൻ്റെ വാട്സപ്പ് നിറയുക. എനിക്കൊരു അബദ്ധം പിണഞ്ഞു. അപ്പോൾ ഈ അബദ്ധം പറ്റുന്ന ആളുകളുടെ എല്ലാം അബദ്ധം മാറ്റാനുള്ള കുപ്പായം എടുത്തണിയാൻ നമുക്ക് വളരെ ദുരിതമായ പർവ്വത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നത്തില്ല. ക്ലേശകരമായ സാഹചര്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ ഇവർ കാണിക്കുന്ന വിഡിത്തങ്ങൾക്കൊക്കെ പിഴമൂളാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഞാനതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനേ പോയില്ല. കാര്യം എൻ്റെ വാട്സപ്പിൽ 7000 ആളുകളുടെ നമ്പറുണ്ട്. പല ആളുകളും ന്യായമായ കാര്യങ്ങൾ എഴുതുന്നവൾ പ്രതികരിക്കും. ഇതൊക്കെ അന്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മുംബൈ മാത്രമല്ല, ഞാൻ NBF എന്ന അർണാബ് ഗോസ്വാമി പ്രസിഡൻ്റായ ഒരു സംഘടനയിലെ ഒരു ഡയറക്ടറാണ് ഞാൻ. നമ്മൾ കൂടുമ്പോഴെല്ലാം പറയാറുണ്ട്, ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും മീഡിയ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള അവസരം ഇല്ലാതായിരിക്കുന്നു മറ്റ് കമ്പനികളുടെ പോലെ. AI കടന്നു വന്നിട്ടൊന്നുമല്ല. ഇതാണ് സാഹചര്യം. വളരെ ബുദ്ധിമുട്ടിക്കുന്ന, വീർപ്പുമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു കേബിൾ കമ്പനിയാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 10ാമത്തെ സ്ഥാനമൊക്കെ കേരള വിഷനുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഒരേ കോയിൻ്റെ രണ്ട് വശമാണ് എന്നതുകൊണ്ടും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി. ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥാപനം, ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥാപനം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഒന്നിച്ച് തുടങ്ങാൻ ഈ പ്രക്ഷേപകർക്കും കേബിൾ ഓപ്പറേറ്റേഴ്സിനും കഴിയണമെന്ന് ഞാൻ പറയും. നമുക്കൊരുപാട് പോരടിക്കാൻ കാരണങ്ങളുണ്ടാകും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതവും അസ്തിത്വവും തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ബഹിരാഷ്ട്ര കുത്തകൾ വന്നിറങ്ങുന്നു. അവരുയർത്തുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അവരുടെ ചലഞ്ചസിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ എനിക്കിപ്പോഴും വ്യക്തമല്ല ഒരു കേബിൾ കമ്പനിയും ഒരു പ്രക്ഷേപകനും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചു പോകാൻ കഴിയുക. പക്ഷേ ചിലപ്പം നമ്മൾ സംസാരിച്ചിരുന്നാൽ ഒരുപാട് മേഖലകളിൽ ചിലപ്പം നമുക്ക് സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ കള്ള നാണയങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ഈ അടുത്തിടെ എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതനോട് ഞാൻ എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്ത ഒരാളാണ്, ഒരു സംശയം ഇയാളോട് ചോദിക്കണം എന്ന് കരുതി. അപ്പോഴാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കള്ളത്തരത്തിൻ്റെ തലപ്പത്ത് ഈ മനുഷ്യനുണ്ട്. ഞാൻ അമ്പരന്ന് പോയി, ശരിക്കും ഷോക്ക്ഡായി പോയി. അയാളോടാണ് ഞാൻ ഒരു ഉപദേശം തേടി പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ള നാണയങ്ങൾ, കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്ന് കാണുന്നതിനൊക്കെ ഇന്ന് നമ്മൾ കാണിക്കുന്നതിനൊക്കെ അപകടം പിടിച്ചതാണെങ്കിൽ നാളെ നമ്മൾ പിഴമൂളേണ്ടി വരും. അത് മാത്രമല്ല, ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, അയാൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ വളരെ പിന്നോക്കമാണ്. അയാൾ പൊതുവെ ഇൻകം ടാക്സിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇതൊരു ഗവൺമെൻറ് മണിയാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ സമാധാനത്തോടെ നടക്കുന്നു, എന്നാൽ നാളെ ഒരു 10-60,000 രൂപ ശമ്പളമുള്ള ഒരു ഇൻ്റലിജൻസ് ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾ മൂത്രം ഒഴിക്കും. അയാൾ ചോദിക്കുന്ന വൃത്തികെട്ട ചോദ്യത്തിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിലെ ഇൻകം ടാക്സ് റൂളുകളും ഡിജിറ്റൽ നിയമങ്ങളും എല്ലാം തന്നെ വളരെ കടുകട്ടിയാണ്. ഞാൻ സ്നേഹബുദ്ധിയെ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർമാരായി സ്ത്രീകളെ വയ്ക്കരുതെന്ന്. താങ്ങാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ, ഓരോ നിയമത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് 7 കൊല്ലം വരെ തടവ്, അതിൻ്റെ കൂടെ 50,000 രൂപയും കെട്ടിവെക്കണം. അതാ ഏറ്റവും വലുതെന്നാണ് പറയുന്നത്, 50,000 കെട്ടിവെക്കുന്നത്. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ തടവ് വിധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, ഞാൻ ഫെമയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ നിയമങ്ങൾ ഉണ്ട്. സ്ത്രീകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത നിയമങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അതിശക്തമായി ഡിജിറ്റൽ ലോകത്ത് എന്തും വെളിപ്പെടാനുള്ള വഴി വളരെ സാധ്യതയാണ്. അറിയുമോ അറിയില്ല എനിക്ക്. കേരളത്തിലെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രം ക്രിപ്റ്റോ വഴി 600 കോടിയുടെ കള്ളപ്പണമാണ് ഗൾഫ് നാടുകളിലേക്ക് ഒഴുകുന്നത്. നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു ഞാൻ ഈയിടെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ക്രിപ്റ്റോ കറൻസി. അതിൻ്റെ വാലറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഇത്തിരി പാടാണ്. പക്ഷേ അതിലേക്ക് കടന്നാൽ ഈ ലോകത്ത് നടക്കുന്ന, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഇത്രയും ഒരു ജനാധിപത്യ മര്യാദയുള്ള ഒരു നല്ല സുന്ദരമായ ഈ പ്രദേശത്ത് നിന്ന് ഇത്രയും കോടി രൂപ ക്രിപ്റ്റോ വഴി കടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൊച്ചിയിൽ തന്നെ കൂടി വരുന്നു എന്നുള്ളത് ഒരു ടെലിവിഷൻ വാർത്താമുറിയിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു സാധനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കള്ളനാണയങ്ങളെ ഇങ്ങനെയുള്ള ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നിങ്ങളെ കുറ്റം വിധിക്കും എന്നാളുകൾ പറയില്ലേ, അതുപോലെ വിധിക്കും. ആ വിധിക്കപ്പെടുന്നതിന് ഒരിക്കലും സാക്ഷിയാകരുത്. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത്? ജീവിതത്തിൽ സമാധാനം വേണം. നമുക്ക് കിടന്നാലുടനെ ഉറക്കം വരണം. നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ശിഷ്ട ജീവിതം ജീവിച്ച് തീർക്കണം. അവിടെ നമുക്ക് നിയമത്തിൻ്റെ കീറാമുട്ടികൾ വന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കരുത്. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയരുത്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കതൊന്നും താങ്ങാൻ പോലും കഴിയില്ല. ഒരുപാട് അഭിഭാഷകരൊക്കെ നമുക്ക് സംരക്ഷണത്തിന് വരും. പക്ഷേ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് മാത്രമാണ് മനസാക്ഷിയുടെ കോടതിയിൽ നമുക്ക് ശിക്ഷ വിധിക്കപ്പെടുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രക്ഷേപണ കാലം കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സമയമായി എന്നും, അതുമാത്രമല്ല പ്രക്ഷേപണ ലോകം പുതിയ ശാസ്ത്ര സാധ്യതകളിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന മനുഷ്യർ ചതഞ്ഞരയുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്കൊരു പുതിയ ഒരു ബ്രോഡ്കാസ്റ്റ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഞാൻ പറയുന്നത് ഒരു പുതിയ പ്രക്ഷേപണ സംസ്കാരം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ വിതരണത്തിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറേ കാലം കൂടി ഈ സ്ഥാപനത്തെ നമുക്ക് പിടിച്ചുകൊണ്ടു പോകാൻ കഴിയും. കാര്യം എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അന്നമാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനം, അപ്പോൾ ഈ കേരള വിഷൻ തന്നെ 1000 കോടിയിലേക്കോ കടന്നപ്പോൾ ഞാൻ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളാണ്. കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നൊരു സ്ഥാപനം 1000 കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്.
അപ്പോൾ അത് അത്രയും വലിയ നേട്ടങ്ങൾ ഇപ്പം ഷാജിയോട് സംസാരിക്കുമ്പോൾ അത് 4000 കോടി കടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് അത്ഭുതമാണ്. 4000 കോടിയുടെ വിറ്റുവര ഉള്ള ഒരു സ്ഥാപനം അദ്ദേഹത്തിന് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആ മനുഷ്യനെ ആദരിച്ചു പോകും. നമ്മൾ എന്ന് പറയുന്ന പോലെ നമുക്കിത് കേരള വിഷന് അത്ഭുതമാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ കണ്ണീരും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇനി നമുക്ക് എല്ലാ വർഷവും ഞാനിവിടെ ഉണ്ടല്ലോ, അടുത്ത വർഷവും ഈ കേബിൾ ഇതിന് സിദ്ദിഖ് ജി എന്നെ വിളിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അടുത്ത കൊല്ലം ചോദിച്ചാലും മതി. അന്ന് സ്ഥിതികളിലൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അന്ന് ഞാൻ മറുപടി പറയാം. ഗുഡ് ബൈ.